സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എല്ലാവർക്കും അഭിമന്യൂസ് വേൾഡിലേക്ക് സ്വാഗതം. അഭിമന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകൾ: രാധാകൃഷ്ണൻ കമ്മീഷൻ 1948-49, മുതലിയാർ കമ്മീഷൻ 1952-53, കോത്താരി കമ്മീഷൻ 1964-66, രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി 1990, ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി 1992, യശ്പാൽ കമ്മിറ്റി 92-93. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1949 ഓഗസ്റ്റിലാണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനും ഇത് തന്നെയാണ്. 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷനും രാധാകൃഷ്ണൻ കമ്മീഷനാണ്. വിദ്യാർത്ഥികളെ സാംസ്കാരിക പൈതൃകത്തെപ്പറ്റി ബോധവാന്മാരാക്കുന്നതിലൂടെ അതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച കമ്മീഷനും രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ശാന്തിനികേതൻ, ജാമിയ മില്ലിയ എന്നീ സർവകലാശാലകളെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനും രാധാകൃഷ്ണൻ കമ്മീഷനാണ്. രാധാകൃഷ്ണൻ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതിഗതികൾ പഠിച്ച് ആവശ്യമായ പരിഷ്കാരങ്ങൾ നടത്താനും സെക്കൻഡറി വിദ്യാഭ്യാസം പുനരുജ്ജീവിപ്പിക്കാനുമായി ഇന്ത്യ ഗവൺമെൻറ് 1952 നിയമിച്ച കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഡോക്ടർ എ. ലക്ഷ്മണസ്വാമി മുതലിയാർ. മുതലിയാർ കമ്മീഷൻ്റെ നിർദ്ദേശഫലമായി രൂപം കൊണ്ട പാഠ്യപദ്ധതി ത്രിഭാഷാ പാഠ്യപദ്ധതിയാണ്. ത്രിഭാഷ എന്ന് പറയുമ്പോൾ 3 ഭാഷകൾ: ഇംഗ്ലീഷ്, ഹിന്ദി കൂടാതെ മാതൃഭാഷയും. മുതലിയാർ കമ്മീഷൻ മുന്നോട്ട് വെച്ച ബോധന രീതികൾ പ്രോജക്റ്റ് രീതി, പ്രശ്ന നിർദ്ധാരണ രീതി എന്നിവയാണ്. ഇന്ത്യ ഗവൺമെൻറ് 1964 നിയമിച്ച ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. 1964 നിയമിച്ച ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ D.S. കോത്താരിയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതാര്? ഡോക്ടർ D.S. കോത്താരി. 10+2+3 പാറ്റേണിലുള്ള വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്ത കമ്മീഷനും കോത്താരി കമ്മീഷനാണ്. എല്ലാ വിദ്യാഭ്യാസ ഘട്ടങ്ങളിലും പ്രവൃത്തി പരിചയം അതിന് പ്രാധാന്യം നൽകണമെന്ന് നിർദ്ദേശിച്ചത് കോത്താരി കമ്മീഷൻ. 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നൽകാനുമായി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? രാമമൂർത്തി റിവ്യൂ കമ്മിറ്റിയാണ്. 1990. അടുത്തതായി നമുക്ക് LP UP എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു അത്. സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് N. ഗോപാലസ്വാമി. അത് 2015. പുത്തൻ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിക്കുന്നതിനായി കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രാലയം രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവൻ TSR സുബ്രഹ്മണ്യൻ. അതും 2015. പുത്തൻ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിക്കുന്നതിനായി കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രാലയം രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവൻ TSR സുബ്രഹ്മണ്യൻ. 2015. 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അവരുടെ അവകാശമാണെന്നോ അത് ഉടനടി നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് സുബ്രഹ്മണ്യൻ കമ്മിറ്റി. TET അഥവാ ടീച്ചർ എൻട്രൻസ് ടെസ്റ്റ് നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയും സുബ്രഹ്മണ്യൻ കമ്മിറ്റിയാണ്. സിവിൽ സർവീസ് പരീക്ഷ പാറ്റേൺ പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ
BS ബസ്യാൻ 2015 തന്നെയാണ് അത്. പുത്തൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ അവസാന കരട് രൂപം രൂപീകരിച്ച സമിതിയിലെ അധ്യക്ഷനാണ് ഡോക്ടർ കെ കസ്തൂരി രംഗൻ. ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയം 5+3+3+4 ഇതാണ് പുതിയ വിദ്യാഭ്യാസ നയം. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് അതെന്താണെന്ന്. ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 3 to 8 years ആണ്, അഥവാ 3 മുതൽ 8 വയസ്സ് വരെയാണ് ഫൗണ്ടേഷൻ സ്റ്റേജ്. പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത് 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ്. മിഡിൽ സ്റ്റേജ് എന്ന് പറയുന്നത് 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയും. സെക്കൻഡറി സ്റ്റേജ് 14 മുതൽ 18 വയസ്സ് വരെ എന്നിങ്ങനെയാണ് 4 ഘട്ടങ്ങൾ. ഇന്ത്യയിലെ മികച്ച 20 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി UGC നിയമിച്ച എംപവേർഡ് എക്സ്പേർട്ട് കമ്മിറ്റിയുടെ തലവനാണ് N. ഗോപാലസ്വാമി. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. നവംബർ 11 അദ്ദേഹമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ S. രാധാകൃഷ്ണൻ. സെപ്റ്റംബർ 5 1962 മുതൽ ആഘോഷിച്ചു തുടങ്ങി.